തന്നെ ഇവിടെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതിന് സാർ ഇവിടെയെങ്കിലും വന്നിട്ടില്ലല്ലോ. നിന്നെ ഞാൻ ഷൂട്ട് ചെയ്യും, താൻ കോപ്പി ചെയ്യും. പിണങ്ങാതെ. നാളെ വൈകിട്ട് നീ ഗസ്റ്റ് ഹൗസിലേക്ക് വാ. എടാ രാജു, ഓ നീ ആ പുറകിലത്തെ ഗേറ്റും തുറന്നിട്ടെ. ശരി കൊച്ചമ്മേ. വലിയ ആഫീസറാണെന്ന് പറഞ്ഞിട്ടെന്താ കാര്യം? മുന്നിലത്തെ ഗേറ്റിൽ കൂടി പോകാനുള്ള ധൈര്യമില്ല. അത് മച്ചത് എന്ത് കണ്ടിട്ട് ചിരിക്കണേ? നാളെ മച്ചയ്ക്ക് അവളോട് ഇഷ്ടാന്ന് പറയുമ്പോൾ ഇത് തന്നെ ചെയ്യേണ്ടി വരട്ടോ. അവളെങ്ങാനും മച്ചയോട് ബാസ്കറ്റ് ചെയ്യാൻ പറഞ്ഞ സർവ്വതും കൊളാവും. അതെന്താടാ അങ്ങനെ? അയ്യേ മച്ച മീശില്ലാതാണ്, ഭയങ്കര വൃത്തിയാടാ. ആ മച്ചൻ തോന്നും ഞാൻ നിന്നോ, അവൻ പെണ്ണു കൊണ്ട് പോകും. എടാ ചക്രവർത്തി, രണ്ടും കൽപ്പിച്ച് എന്റെ ഇഷ്ടം ഗൗരിയോട് ഞാൻ അങ്ങ് തുറന്നു പറഞ്ഞാലോ? അവൾക്ക് എന്നോട് താല്പര്യമില്ലാതെ വരൂ? അത് ഉറപ്പല്ലേ താല്പര്യമില്ല എന്നുള്ളത്. മച്ച എന്ത് പിണ്ണാക്ക് കാണിച്ചിട്ട് അവൾക്ക് താല്പര്യം ഉണ്ടാവാൻ? എടാ ഈ അർജുനെ കൊണ്ട് പൊറുതി വിട്ടിയല്ലോ. അവനാദ്യം ഗൗരിയുടെ മുന്നിൽ ഹീറോയി, അത് കഴിഞ്ഞ് മച്ചാനെ അടിച്ച് പഞ്ചറാക്കി. ഇപ്പത്തെ മച്ചാടെ ഐറ്റത്തിലേക്ക് വീണ്ടും വന്നിരിക്കും. മച്ചാടെ കാര്യം കട്ട പോകേട്ടോ. എനിക്കതല്ല, അവിടെ നിന്ന് വീണ്ടും ഹൈജമ്പിലേക്ക് മാറിയത് മച്ചാനെ തോൽപ്പിക്കാൻ. ചക്രവർത്തി, ആട്ടുംകുട്ടികളെ തമ്മിലടിപ്പിച്ച് ചോര കുടിച്ച ചെന്നായുടെ കഥ നീ കേട്ടിട്ടില്ലേ? വാ വാ വാ, ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി. നല്ല മൂട് പറ മച്ചാ.